കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്കു വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. നമുക്കു വേണ്ടി സ്വയം ജീവാർപ്പണം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹബലിയാണ് വിശുദ്ധ കുർബാന. വിലമതിക്കാനാവാത്ത അവിടുത്തെ അനന്തകാരുണ്യമാണ് ആ ബലിയിൽ പങ്കുചേരുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. പാപത്തിൻ്റെയും അയോഗ്യതകളുടെയും നീർച്ചുഴിയിലകപ്പെട്ട മാനവകുലത്തിന് സുസ്ഥിരമായ രക്ഷ പ്രദാനം ചെയ്യുവാൻ ദൈവപുത്രൻ കാൽവരിയിൽ യാഗമായി തീർന്നപ്പോൾ എക്കാലവും സകല ദേശത്തും ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അതിൻ്റെ മഹനീയമായ ഫലത്തിൽ പങ്കാളികളായി മാറി. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, അൾത്താരയിൽ നിങ്ങൾ കാണുന്ന അപ്പം അത് ദൈവവചനത്താൽ പവിത്രീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരമാണ്. കാസിയിൽ നിങ്ങൾ ദർശിക്കുന്നത് അപ്രകാരം പവിത്രീകരിക്കപ്പെട്ട അവിടുത്തെ തിരുരക്തവും. നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹ അച്ചാരമാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഒരു തിരിച്ചറിവിൻ്റെ മാത്രം ദൂരത്തിൽ നാം ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ പോലും നമ്മുടെ ജീവിതത്തെ നിതാന്ത ജാഗ്രതയോടെ വീക്ഷിക്കുന്നവനാണ് ദൈവം. കാണാതെ പോയ കുഞ്ഞാടിനെ രാത്രി മുഴുവൻ തിരഞ്ഞ് കണ്ടെത്തുന്ന നല്ലിടയനെ പോലെ ഓരോ ആത്മാക്കളുടെയും കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. ഏറെ വേദനകളുടെയും നഷ്ടബോധത്തിൻ്റെയും കണ്ണീർ കയങ്ങളിൽ അകപ്പെടുമ്പോഴും നാം തിരിച്ചറിയേണ്ടതുണ്ട്, ജീവന്റെ അപ്പമായി സദാ ഈശോ അൾത്താരയിൽ നമ്മെ കാത്തിരിക്കുന്നുവെന്ന്. ഞാൻ വിവാഹം കഴിഞ്ഞ് വരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജെയിംസ് ഏട്ടൻ പള്ളിയിൽ പോക്കോ അല്ലെങ്കിൽ അങ്ങനെ പള്ളിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ വിവാഹത്തിന് മുൻപ് ധ്യാനം കൂടി വന്നപ്പോൾ ഒരു വചനം അനുസ്മരിച്ചിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ടായിരുന്നു. അതിന് ശേഷം നാളുകൾക്ക് ശേഷം ഞങ്ങൾ ധ്യാനം കൂടി കഴിഞ്ഞ് കടന്നു വന്നപ്പോൾ ജെയിംസ് ഏട്ടൻ്റെ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു വിശുദ്ധ കുർബാനയിലേക്കുള്ള കടന്നു വരൽ. ആദ്യകാലങ്ങളിൽ ഞാൻ കുർബാനയ്ക്ക് പോണ കാര്യം പറഞ്ഞ് എന്നോട് പറയാറ്, ഞാൻ പള്ളിയുടെ മുൻപിൽ കൂടെ എല്ലാ ദിവസവും 4 പ്രാവശ്യം കടന്നു പോകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. നീ വീട്ടിൽ നിൽക്കുക മാത്രമാണ്, അപ്പം നിന്നേക്കാളും കൂടുതൽ ദൈവാനുഗ്രഹം എനിക്കാണെന്നാണ് അന്ന് പറയാറ്. പക്ഷേ ധ്യാനം കൂടി ജെയിംസണിൽ വന്ന മാറ്റം എന്താ, പിന്നത്തെ ദിവസം തൊട്ട് തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കടന്നു പോകുകയും ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നിത്യാരാധനയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയും കണ്ടപ്പോൾ എന്നിലും ഒത്തിരി മാറ്റം വന്നു. ജെയിംസ് ഏട്ടൻ കുർബാനയ്ക്ക് പോണ കാര്യം എന്നോട് പറയാറുണ്ടെങ്കിലും ഞാൻ അത്രയ്ക്ക് അതങ്ങോട്ട് അന്ന് കാര്യമാക്കി എടുത്തില്ല. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ കുർബാനയ്ക്ക് പോകാൻ എനിക്കൊരു വഴി നീ ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് കുർബാനയ്ക്ക് പോകാൻ അത് പ്രാർത്ഥിച്ചൊരുങ്ങി ഞാനും കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ബലിയർപ്പിക്കാൻ കടന്നു പോയി തുടങ്ങി. അങ്ങനെ പോയി തുടങ്ങിയപ്പോൾ മക്കളുടെ കാര്യത്തിലൊക്കെ ദൈവം ഒത്തിരി ക്രമീകരണങ്ങൾ തന്നു തുടങ്ങി. അവരും നേരത്തോടെ എണീക്കാനും അവരുടേതായിട്ടുള്ള സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കാൻ ദൈവം അവരെയും കൂടി ക്രമീകരിച്ചു കൊണ്ട്
വന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാവരും അനുദിനം വിശുദ്ധ ബലി അർപ്പിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 3 ദിവസം വേളങ്കണ്ണിയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടി. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും 3 മക്കളും കൂടി വേളങ്കണ്ണിയിലേക്ക് എത്തി. സന്ധ്യയായി റൂമെടുത്തു. റൂമിലേക്ക് കടന്നു ചെന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും താഴെയുള്ള മകന് വയറിളക്കവും ഛർദിയായി. 3 ദിവസം പ്രാർത്ഥിക്കാൻ വന്നിട്ട് ദൈവമേ, എനിക്ക് നാളെ കാലത്ത് തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥയായല്ലോ എന്ന് വേദനയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചു. എങ്കിലും പിറ്റേ ദിവസം കാലത്ത് 9 മണിയുടെ വിശുദ്ധ കുർബാന മലയാളത്തിലുള്ളത് അർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ റൂമിൽ നിന്നും ദേവാലയത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് പ്രാർത്ഥിച്ചൊരുങ്ങി. ഈശോയോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഈശോയെ, ഞാൻ നിന്നെ സ്വീകരിച്ച് ഈ കുഞ്ഞിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് ഞാൻ ഇവൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവന് സൗഖ്യം കൊടുക്കണം. അപ്പോൾ ഞാൻ കൂടുതലായി വിശ്വസിക്കും വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായും ഈശോ ഉണ്ടെന്ന്. അങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞാൻ കടന്നു ചെന്നു, പ്രാർത്ഥിച്ചു. ഈശോ സ്വീകരിച്ച് മകൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ മകൻ നിലത്ത് ചുരുണ്ട് കിടക്കുകയാണ്. ഞാൻ മുട്ടുമേൽ നിന്ന് അവൻ്റെ ശിരസിൽ കൈവച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥന ആരംഭിച്ച തന്നെ അവൻ നിവർന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥന നിർത്തിയില്ല. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ എഴുന്നേറ്റിരുന്നു. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞപ്പോൾ, ഡാഡി, എനിക്ക് സൗഖ്യം കിട്ടി എന്ന് അവൻ പറഞ്ഞു. വിശുദ്ധ ബെർണാഡ് പറയുന്നു, ക്രിസ്തുവിൻ്റെ നമ്മോടുള്ള അനന്തമായ സ്നേഹമാണ് സ്വയം ശൂന്യമാക്കുവാനും മാലാഖമാരേക്കാൾ ചെറുതാകുവാനും ശരീരത്തിൻ്റെ തൃഷ്ണകളെ മുഴുവൻ ത്യജിക്കുവാനും ഒടുവിൽ കുരിശുമരണം സ്വീകരിക്കുവാനും അവിടുത്തെ പ്രേരിപ്പിച്ചത്. ദിവ്യകാരുണ്യമായി മാറി ഒരപ്പത്തോളം ചെറുതായി നമുക്കായി കാത്തിരിക്കുന്ന ആ നല്ല ദൈവത്തെ തിരിച്ചറിയുകയാണ് ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഒരിക്കൽ ആ തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിഞ്ഞാൽ അളവില്ലാത്ത ആ ദിവ്യസ്നേഹം നമ്മെ കീഴടക്കും തീർച്ച. അങ്ങനെ പുതിയൊരു സൃഷ്ടിയായി ദിവ്യകാരുണ്യനാഥൻ നമ്മെ മാറ്റും. വിശുദ്ധ കുർബാന അനുദിനം അർപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു ടോക്ക് കേൾക്കാനിടയായി ഉപവാസത്തെക്കുറിച്ച്. 40 ദിവസം വിശുദ്ധ കുർബാനയും പച്ചവെള്ളമായിട്ട് കടന്നുപോയ ഒരു മകൻ്റെ അനുഭവമാണ് കേട്ടത്. ആ നിമിഷം തന്നെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോ, എനിക്കും 40 ദിവസം വിശുദ്ധ കുർബാനയും പച്ചവെള്ളമായിട്ട് കടന്നു പോകണം, പ്രാർത്ഥിച്ച് കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വലിയ നോയമ്പ് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ആത്മീയ പിതാവിനോട് ഈ ആഗ്രഹം ഞാൻ വെച്ചു കൊടുത്തു. ആത്മീയ പിതാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ അനുവദിച്ചു. അങ്ങനെ ആ 50 ദിവസത്തെ നോയമ്പിൽ 40 ദിവസം അനുദിനം വിശുദ്ധ ബലി അർപ്പിച്ച് ഈശോയെ സ്വീകരിക്കുകയും പച്ചവെള്ളം മാത്രം കുടിച്ച് കടന്നു പോവുകയും ചെയ്തു. പക്ഷേ എനിക്ക് നിലനിൽക്കാൻ സാധിച്ചത് അതിരാവിലെ 3 മണിക്കൂർ നേരം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് ഭവനത്തിലേക്ക് വന്ന് വീണ്ടും ഉച്ചതിരിഞ്ഞ് പോയി 3 മണിക്കൂർ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും. അവിടെ നിന്ന് കിട്ടുന്ന ശക്തിയാണ് ഈ 40 ദിവസം എനിക്ക് നിലനിൽക്കാൻ സാധിച്ചത്. കുടുംബത്തിൻ്റേതായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യുമ്പോഴും എനിക്കൊരു ക്ഷീണമോ ഒരു വിശപ്പോ ഒന്നും കടന്നു വരാറില്ല. സാധാരണ ദിവസം വെള്ളിയാഴ്ച ഉപവസിക്കുമ്പോൾ ആ വെള്ളിയാഴ്ച ദിവസം എനിക്ക് പല സമയങ്ങളായിട്ട് ഇത്തിരീശ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈശോ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ 40 ദിവസം വിശുദ്ധ കുർബാനയും പച്ചവെള്ളവും മാത്രമായി കടന്നു പോകാൻ സാധിച്ചു. അതിൽ കൂടെ എന്നിലേക്ക് വലിയ ദൈവിക ശക്തിയും എന്നിലുള്ള ലോകത്തിൻ്റേതായ പല തിന്മയുടെ സ്വാധീനങ്ങളും വിട്ടുപോകുന്നതായിട്ട് എനിക്ക് അറിയാൻ സാധിക്കുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നു, കുരിശുരൂപത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം, ക്രിസ്തു നിങ്ങളെ
എത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കണം, അവിടുന്ന് ഇപ്പോഴും നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. ഒരു നിമിഷം ചിന്തിക്കാം, ദിവ്യകാരുണ്യനാഥന്റെ അനന്ത സ്നേഹവലയത്തിൽ നിന്നും പാപം മൂലം അകന്നുപോയ എത്രയെത്ര സാഹചര്യങ്ങൾ. കുരിശിൽ കിടന്നുകൊണ്ട് വേദനയോടെ നമ്മെ വീക്ഷിക്കുന്ന ക്രിസ്തുനാഥന്റെ കൺമുന്നിൽ നിന്ന് അകന്നുപോയ എത്രയോ അവസരങ്ങൾ. സംഭവിച്ചുപോയ എല്ലാ തെറ്റുകളിൽ നിന്നും വിമുക്തരായി ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹത്തണലിലേക്ക് നമുക്കോടിയണയാം. ആ അനന്ത സ്നേഹത്തിൻ്റെ മുറിവേറ്റ വിരിമാറിൽ നമുക്കഭയം തേടാം. How beautiful the hands that served the wine and the bread, and the sons of the earth. How beautiful the feet that walked the long dusty roads, and the hill to the cross. How beautiful, how beautiful, how beautiful is the body of Christ. How beautiful the heart that led, that took all my sin and bore it instead. How beautiful the tender eyes that choose to forgive and never despise. How beautiful.
1927 സെപ്റ്റംബർ 30 വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ 30-ാം ചരമവാർഷികമായിരുന്നു അന്ന്. ജർമ്മനിയിലെ ബവേറിയ സ്വദേശിയായിരുന്ന ഒരു 30 വയസ്സുകാരിക്ക് മുന്നിൽ അന്നേ ദിവസം വിശുദ്ധ പ്രത്യക്ഷയായി. അന്നു മുതൽ ജീവിതകാലം മുഴുവനും അവളുടെ ജീവിതം ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയിലായിരിക്കും മുന്നേറുക എന്നും ഭൗതികമായ യാതൊരുവിധ ഭക്ഷണപാനീയങ്ങളും അവളുടെ തുടർ ജീവിതത്തിൽ ആവശ്യമുണ്ടായിരിക്കുകയില്ല എന്നും വിശുദ്ധ കൊച്ചുത്രേസ്യ അവളെ അറിയിച്ചു. തുടർന്ന് 1962 അവളുടെ മരണം വരെയുള്ള 35 വർഷക്കാലവും അവൾ ജീവിച്ചത് ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ചാണ്. തൻ്റെ ജീവിതകാലം മുഴുവൻ ദിവ്യകാരുണ്യത്തിന് സജീവ സാക്ഷ്യമായി മാറിയ ദൈവദാസി തെരേസ ന്യൂമാനായിരുന്നു അത്. ശാസ്ത്രലോകത്തിനും സകല മനുഷ്യർക്കും എക്കാലവും വിസ്മയനീയമായ അനുഭവങ്ങളായിരുന്നു ഒരു ജീവിതകാലം മുഴുവൻ അവൾക്കുണ്ടായിരുന്നത്. ജർമ്മനിയിലെ ബവേറിയയിലുള്ള ഒരു ചെറുഗ്രാമം. പാവപ്പെട്ട കർഷകരായിരുന്നു അവിടെ ഏറെയും വസിച്ചിരുന്നത്. 1898 ഏപ്രിൽ 8-ാം തീയതിയാണ് ആ ഗ്രാമത്തിലെ ന്യൂമാൻ കുടുംബത്തിലെ 10 മക്കളിൽ മൂത്തവളായി തെരേസ ജനിക്കുന്നത്. അതൊരു ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. പിൽക്കാലത്ത് തെരേസ ന്യൂമാന്റെ ജീവിതത്തിൽ നിർണായകമായ സ്ഥാനം വഹിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗഭാഗ്യത്തിന് വിളിക്കപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത വർഷമായിരുന്നു അവളുടെ ജനനം. ചെറുപ്പകാലത്ത് റസിൽ എന്നായിരുന്നു അവളുടെ വിളിപ്പേര്. നിശബ്ദ സ്വഭാവം കൊണ്ടും ഏവർക്കും പ്രിയങ്കരിയായിരുന്ന അവൾ പഠനകാര്യത്തിൽ ഒരു ശരാശരി വിദ്യാർത്ഥിനിയായിരുന്നു. ആ കുടുംബത്തിന് സ്വന്തമായി ഒരു ചെറിയ ഫാം ഉണ്ടായിരുന്നതിനു പുറമെ പിതാവിനുണ്ടായിരുന്ന തയ്യൽ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടുകൂടിയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. തെരേസയെ കൂടാതെ 9 മക്കൾ കൂടി ആ ഭവനത്തിൽ ജനിച്ചു. മാതാപിതാക്കളുടെ തിരക്കേറിയ തൊഴിൽ സാഹചര്യങ്ങൾക്കിടയിൽ ഇളയവരുടെ എല്ലാ കാര്യങ്ങളിലും ബദ്ധശ്രദ്ധയായിരുന്ന തെരേസ ആ കുടുംബത്തിന് ഒരനുഗ്രഹമായിരുന്നു. തുടർന്ന് 1-ാം ലോക മഹായുദ്ധകാലത്ത് നിർബന്ധിത സൈനിക സേവനത്തിന് പിതാവ് നിയുക്തനായപ്പോൾ ഫാമിലെ എല്ലാ ജോലിയിലും തെരേസ വ്യാപൃതയായി. പൂർണ്ണാരോഗ്യമുള്ള പുരുഷന്മാർ ചെയ്തിരുന്നതിനേക്കാൾ അവൾ ജോലി ചെയ്തിരുന്നു. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മിഷണറി ആയിത്തീരുക എന്നതായിരുന്നു. ആഫ്രിക്ക പോലുള്ള ദരിദ്ര ഭൂപ്രദേശങ്ങളിൽ കടന്നു ചെന്ന് അവിടെയുള്ള പാവപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവൾ കൊതിച്ചു. 1918 മാർച്ച് 10 ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് 20 വയസ്സുകാരിയായിരുന്ന തെരേസ തൻ്റെ പിതൃസഹോദരന്റെ ഫാമിൽ അദ്ദേഹത്തെ സഹായിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെയൊരു അഗ്നിബാധയുണ്ടായി. തീയണയ്ക്കുവാനുള്ള ശ്രമത്തിനിടെ ഒരു പീഠത്തിൽ നിന്നും താഴെ വീണ തെരേസയുടെ നട്ടെല്ലിന് പരിക്കേറ്റു. വീണുകിടന്ന അവൾക്ക് പരസഹായം കൂടാതെ എഴുന്നേൽക്കുവാൻ കഴിയുമായിരുന്നില്ല. വിവിധ ചികിത്സകർ ശ്രമിച്ചിട്ടും രോഗത്തിനും വേദനയ്ക്കും ശമനം ലഭിക്കാതിരുന്ന അവളുടെ ആരോഗ്യം ദിനംപ്രതി കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. ഒരു മിഷണറിയാകുവാൻ കഴിയില്ലല്ലോ എന്നതായിരുന്നു അപ്പോഴും അവളെ കൂടുതൽ അലട്ടിയിരുന്ന ദുഃഖം. തൻ്റെ നിസ്സഹായാവസ്ഥയെ എളുപ്പം അംഗീകരിക്കുവാൻ കഴിയാതിരുന്ന തെരേസ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കുവാനും എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുവാനും ശ്രമിച്ചിരുന്നത് കൂടുതൽ പരിക്കേൽക്കുവാൻ ഇടയാക്കുമായിരുന്നു. ഒരിക്കൽ തലയിടിച്ചു വീണത് അവളുടെ കാഴ്ച നഷ്ടപ്പെടുവാൻ പോലും കാരണമായി. മറ്റൊരിക്കൽ ചവിട്ടുപടിയിൽ നിന്നുമുള്ള വീഴ്ച ദേഹമാസകലം പരിക്കേൽക്കുവാൻ ഇടയാക്കി.
1919 മാർച്ച് മാസത്തോടെ അവൾ പൂർണ്ണമായും അന്ധയായി മാറി. കാലക്രമേണ ശരീരം പൂർണ്ണമായും തളർന്ന അവൾ കിടപ്പിലായും തീർന്നു. ശാരീരികമായി തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന തെരേസയിലെ ആത്മീയ മനുഷ്യൻ ഉണർന്നെഴുന്നേൽക്കുകയായിരുന്നു. അവൾ ഈശോയുടെ തിരുഹൃദയത്തിന് പൂർണ്ണമായും സമർപ്പിച്ചു. വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും ആത്മീയ ഗ്രന്ഥങ്ങളും വായിച്ചു കേൾക്കുവാൻ അവൾ ഏറെ താൽപ്പര്യപ്പെട്ടിരുന്നു. കൊച്ചു ത്രേസ്യയുടെ ജീവചരിത്രമായിരുന്നു അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ആ കാലങ്ങളിൽ അവളുടെ പലവിധങ്ങളായ ശാരീരിക വിഷമതകൾ അവൾക്ക് ഏറെ വേദനകൾ സമ്മാനിച്ചിരുന്നു. ദീർഘകാലം കിടക്കയിൽ അഭയം തേടിയതുമൂലം ഏറെ വ്രണങ്ങൾ രൂപപ്പെട്ടു. കൂടാതെ ഛർദി രൂക്ഷമായിരുന്നതിനാൽ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം മാത്രമാണ് അവൾ കഴിച്ചിരുന്നത്. 1923 ഏപ്രിൽ 29 ഞായറാഴ്ച. അന്ന് കൊച്ചു ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ദിവസമായിരുന്നു. സ്വർഗത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തുമെന്ന് മരണത്തിനു മുൻപ് വാഗ്ദാനം ചെയ്ത ആ പുണ്യവതിയുടെ ഒരു ചിത്രം തെരേസ ന്യൂമാന്റെ മുറിയിൽ പുഷ്പാലംകൃതമായി വച്ചിരുന്നു. റോമിലെ ബസിലിക്കയിൽ കൊച്ചു ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ആ നിമിഷം തന്നെ അവൾ തനിക്കു പ്രിയങ്കരിയായ തെരേസ ന്യൂമാന്റെ രോഗക്കിടക്കയിൽ പുഷ്പവൃഷ്ടി നടത്തി. അവളുടെ കണ്ണുകളുടെ കാഴ്ച ആ നിമിഷം തന്നെ പൂർണ്ണമായും തിരികെ ലഭിച്ചു. 1925 മെയ് 17 അന്ന് കൊച്ചു ത്രേസ്യ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. അന്നേ ദിവസം തെരേസ ന്യൂമാൻ കൊച്ചു ത്രേസ്യയുടെ സ്വരം ശ്രവിച്ചു. സൗഖ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ എന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ അവളോട് ചോദിച്ചു. ദൈവേഷ്ടമെങ്കിൽ സൗഖ്യവും സഹനവും തനിക്ക് ഒരുപോലെ ഇഷ്ടമാണെന്നായിരുന്നു അവളുടെ മറുപടി. നിനക്കു വേണ്ടി ചെറിയൊരു സന്തോഷം കർത്താവിൽ നിന്ന് വാങ്ങിത്തരാമെന്ന് അവളോട് പറഞ്ഞ വിശുദ്ധ ഇനി മുതൽ അവൾക്ക് നടക്കാൻ കഴിയുമെന്നും അറിയിച്ചു. തുടർന്നും ഏറെ സഹനങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും പരിഭ്രമിക്കരുതെന്നും വിശുദ്ധ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇതുവരെ എന്നതുപോലെ ഇനിയുള്ള കാലങ്ങളിലും തന്റെ സഹായം തെരേസ ന്യൂമാന് ഉണ്ടാകുമെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ വാഗ്ദാനം നൽകി. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ തെരേസ ന്യൂമാന്റെ ശരീരത്തിൽ അത്ഭുതകരമായ രോഗശാന്തി സംഭവിക്കുകയായിരുന്നു. അവളുടെ ശരീരത്തിലെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ മുറിവുകളും സുഖമാക്കപ്പെട്ടു. ചില ആഴമേറിയ വ്രണങ്ങളിൽ അസ്ഥികൾ പോലും ദൃശ്യമായിരുന്നുവെങ്കിലും അവിടെയെല്ലാം പുതിയ മാംസവും ചർമ്മവും വന്നു മൂടി. അവൾ പൂർണ്ണമായും സുഖമാക്കപ്പെട്ടു. അവളുടെ ജീവിതത്തിലെ സഹനത്തിൻ്റെ പുതിയ അധ്യായം തുറക്കപ്പെടുവാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1926 ഫെബ്രുവരിയിൽ അവൾ വീണ്ടും രോഗബാധിതയായി കിടപ്പിലായി. മാർച്ച് 5 വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച ദിനത്തിൽ അവൾക്ക് ഒരു ദർശനമുണ്ടായി. ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെയാണ് അവൾ കണ്ടത്. ആ സമയം ശരീരം നനയുന്നതായി അനുഭവപ്പെട്ട അവൾ തൻ്റെ ഹൃദയത്തിന് മുകൾ ഭാഗത്ത് ഒരു മുറിവ് ഉണ്ടായിരിക്കുന്നതായി മനസ്സിലാക്കി. പിറ്റേ ദിവസം ഉച്ചവരെ ആ മുറിവിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. ആ മുറിവിന് 1.25 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള ദീർഘചതുരാകൃതിയാണ് ഉണ്ടായിരുന്നത്. ലോഞ്ചിനൂസ് എന്ന പടയാളി ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ
കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഉണ്ടായ മുറിവിന് സമാനമായിരുന്നു അത്. അവൾ തനിക്കുണ്ടായ അനുഭവം മറ്റാരെയും അറിയിച്ചില്ല. എന്നാൽ തുടർന്നു വന്ന വെള്ളിയാഴ്ചകളിലും ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ വിവിധ ദർശനങ്ങളും അവളുടെ ശരീരത്തിൽ പഞ്ചക്ഷതാനുഭവങ്ങളും തുടർന്നപ്പോൾ വീട്ടുകാർ വിവരം മനസ്സിലാക്കി. വിശുദ്ധ വാരത്തിലേക്ക് കടന്നപ്പോൾ അവളുടെ ദേഹത്തെ മുറിവുകളും പീഡകളും മൂർധന്യാവസ്ഥയിലേക്കെത്തി. പിന്നീട് കൈകാലുകളിൽ പ്രത്യക്ഷപ്പെട്ട മുറിവുകളിൽ നിന്നും രക്തമൊഴുകിക്കൊണ്ടിരുന്നു. ദുഃഖവെള്ളി ദിനത്തിൽ തീർത്തും അവശയായി കാണപ്പെട്ട അവളുടെ അന്ത്യസമയം അടുത്തെന്ന് ഏവരും കരുതി. അവളുടെ ആത്മീയ പിതാവായിരുന്ന ഫാദർ നെയ്ബർ അവൾക്ക് രോഗീലേപനം നൽകി. എന്നാൽ വെള്ളിയാഴ്ച വൈകുന്നേരമായതോടെ അവളുടെ ആരോഗ്യം ഭേദപ്പെട്ടു തുടങ്ങി. തുടർന്നുള്ള എല്ലാ വിശുദ്ധ വാരങ്ങളിലും അവൾക്ക് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു. 1926 നവംബർ മാസത്തോടെ അവളുടെ ശിരസിൽ മുൾമുടിയുടെ മുറിവുകളും തോളിൽ ചാട്ടയടിയുടെ മുറിവുകളും പ്രത്യക്ഷപ്പെട്ടു. ഇത്തരത്തിൽ അവളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന മുറിവുകളിൽ ഒന്നുപോലും മരണം വരെയും ഉണങ്ങുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തിരുന്നില്ല. തലയിലുണ്ടായിരുന്ന 9ഓളം മുറിവുകൾ നിമിത്തം തെരേസ ന്യൂമാന്റെ പിന്നീടുള്ള ചിത്രങ്ങളിലെല്ലാം തല വസ്ത്രം കൊണ്ട് മറച്ചിരുന്നതായി കാണാം. 1927 മുതൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സന്ദേശപ്രകാരം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്ന തെരേസയുടെ ശരീരത്തിൽ വൈദ്യശാസ്ത്രപ്രകാരമുള്ള ഏറെ പഠനങ്ങൾ നടത്തപ്പെടുകയുണ്ടായി. ദൈവികമായ ഇത്തരം അടയാളങ്ങളെ എതിർത്തിരുന്ന ശാസ്ത്രജ്ഞരുടെ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾക്കും അധിക്ഷേപകരമായ ഇടപെടലുകൾക്കും മുന്നിൽ നിശബ്ദയായി നിലകൊണ്ട അവൾക്കുമേലുള്ള ദൈവികമായ ഇടപെടലുകളുടെ മാഹാത്മ്യം കുറച്ചുനാൾക്കകം ലോകം മനസ്സിലാക്കി. ദിവ്യകാരുണ്യമൊഴികെയുള്ള യാതൊരുവിധ ഭക്ഷണപാനീയങ്ങളും സ്വീകരിക്കാത്ത ആ ശരീരത്തിൽ ഒരിക്കലും പറയത്തക്കതായ ഭാരക്കുറവ് ഉണ്ടായിരുന്നില്ല എന്നത് ശാസ്ത്രസംഘത്തിന് വിശദീകരിക്കാനാവാത്ത വിസ്മയമായിരുന്നു. ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് പതിറ്റാണ്ടുകളോളം എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്ന ചോദ്യത്തിന് ഒരിക്കൽ തെരേസ തന്നെ മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: രക്ഷകനായ ഈശോയ്ക്ക് എല്ലാം സാധ്യമാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ? ഈശോ തൻ്റെ തിരുമുറിവുകളുടെ അടയാളങ്ങൾ ശരീരത്തിൽ സ്വീകരിക്കുവാനും ഈ ലോകത്തിൽ തനിക്ക് സാക്ഷിയാകുവാനും സവിശേഷമായ അവസരം തെരേസയ്ക്കായി ഒരുക്കിയതിനു പുറമേ എണ്ണമറ്റ ദിവ്യാനുഗ്രഹങ്ങളും അവൾക്ക് നൽകിയിരുന്നു. തെരേസയുടെ നാവിൽ ഒരു വൈദികൻ നൽകാതെ തന്നെ തിരുവോസ്തി പ്രത്യക്ഷപ്പെടുകയും അവൾ അത് ഭക്ഷിക്കാതെ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു. പല വൈദികരും മെത്രാന്മാരും ഈ അത്ഭുത ദൃശ്യത്തിന് സാക്ഷികളായിട്ടുണ്ട്. ദിവ്യബലിയുടെ സമയത്ത് നമ്മുടെ കർത്താവ് തന്നെ വിശുദ്ധ കുർബാനയുമായി അവളുടെ അടുത്ത് എത്താറുണ്ടായിരുന്നു എന്നതിന് വൈദികരും സാക്ഷികളാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരദാനങ്ങൾ ജീവിതകാലം അത്രയും അവളിൽ വിളങ്ങി. ആ ജീവിതത്തിലൂടെ ഈശോ മഹത്വപ്പെട്ട അനുഭവങ്ങൾ ഒട്ടനവധിയാണ്. 1950കളുടെ അവസാനം മുതൽ ഏറെ രോഗങ്ങൾ അലട്ടിയിരുന്ന അവൾ 1962 സെപ്റ്റംബർ 18-ാം തീയതി തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിൽ ഭരമേൽപ്പിച്ചു. ഈ ലോക ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ സജീവ സാക്ഷ്യമായി മാറിയ തെരേസ ന്യൂമാന്റെ നാമകരണത്തിനായുള്ള നടപടിക്രമങ്ങൾ 2005 ആരംഭിച്ചു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ
മനുഷ്യമക്കളോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ബലിവസ്തുവായി തീർന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. സഹനത്തിൻ്റെ പാതയിലൂടെ ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്ന അങ്ങയോട് ചേർന്ന് അങ്ങ് അനുവദിക്കുന്ന കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പ്രിയപ്പെട്ട ദാസിയായ ദേവദാസി തെരേസ ന്യൂമാനിലൂടെ ദിവ്യകാരുണ്യത്തിൻ്റെ മഹാത്മ്യത്തെ ലോകത്തിനു വെളിപ്പെടുത്തുവാൻ തിരുമനസ്സായതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ അവളെ അങ്ങയുടെ വിശുദ്ധ ഗണത്തോട് കൂട്ടിച്ചേർക്കണമേ. അങ്ങനെ അവൾ ഈ ലോകത്തിനു മുന്നിൽ എക്കാലവും ദിവ്യകാരുണ്യത്തിൻ്റെ ജ്വലിക്കുന്ന സാക്ഷ്യമായി തീരട്ടെ. ആമേൻ. How